പെർത്തിൽ ഇന്ത്യ എറിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയ ഒരുക്കിയത് ഒരു പേസ് പിച്ച് തന്നെയായിരുന്നു. മിച്ചൽ സ്റ്റാർക്കിലും ഹേസൽവുഡിലുമുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ പിച്ച് അവർ ഒരുക്കിയതും. അവർ ആ വിശ്വാസം കാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഒന്നാം ഇന്നിങ്സ് 150 റൺസിന് സ്റ്റാർക്കും ഹേസൽവുഡും ചേർന്ന് എറിഞ്ഞൊതുക്കി. പക്ഷേ കളി തുടങ്ങിയത് പിന്നീടാണ്. ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് ബാറ്റിങ്ങിൽ ഇന്ത്യ ജസ്പ്രീത് ബുംറയും ഹർഷൽ റാണയും ഒക്കെ ചേർന്നിട്ട് ഓസ്ട്രേലിയയെ 104 റൺസിന് ആളൗട്ടാക്കി. പിന്നെ വിചാരിച്ചെന്താണ്, ഇത് പേസർമാരുടെ തേരോട്ടം തന്നെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ചു. യശസ്വി ജയ്സ്വാളും KL രാഹുലും സ്റ്റാർക്കിൻ്റെയും ഹേസൽവുഡിൻ്റെയും പന്തിന് മുന്നിൽ മുട്ടുവിറച്ച് വിരാട് കോഹ്ലി തുടങ്ങിയ താരങ്ങൾ നിരനിരയായി കൂടാരം കയറുമെന്നും അതോടുകൂടി മൂന്നാം ദിവസം കൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് അവസാനിപ്പിക്കാമെന്നുള്ള ഓസ്ട്രേലിയയുടെ മോഹത്തിന് തിരിച്ചടിയായിട്ട് യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേരുന്ന ഓപ്പണിംഗ് സഖ്യം ഇതുവരെ ഈ രണ്ടാം ദിനം കളി തീർന്നപ്പോൾ 172 റൺസിൻ്റെ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പാണ് ചേർത്തിരിക്കുന്നത്. രണ്ടുപേരും പുറത്തായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം. സാധാരണ ഒരു പിച്ചിൻ്റെ സ്വഭാവം മാറുന്നത് മൂന്നാം ദിവസമോ നാലാം ദിവസമോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് രണ്ടാം ദിവസം പിച്ചിനെ മെരുക്കിയെടുക്കാൻ യശസ്വി ജയ്സ്വാളിനും KL രാഹുലിനും കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ്. യശസ്വി ജയ്സ്വാളിനെ പോലെ ഈ അടുത്ത കാലത്ത് ടെസ്റ്റിൽ ബാറ്റിംഗ് തുടങ്ങിയ ഒരു താരം ഓസ്ട്രേലിയൻ പിച്ചിൽ ആദ്യമായി ചെന്ന ഉടൻ തന്നെ ഓസ്ട്രേലിയയുടെ പേസർമാരെ മെരുക്കുന്ന കാഴ്ച ഇന്ത്യയുടെ ഭാവി ടെസ്റ്റ് മത്സരങ്ങൾക്കും യശസ്വി ജയ്സ്വാൾ ഒരു കരുതൽ തന്നെയാകും